മലപ്പുറം പുൽപ്പറ്റ പഞ്ചായത്തിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ചട്ടം ലംഘിച്ച് ക്ഷേമ പെൻഷൻ വിതരണം. പെൻഷൻ ഗുണഭോക്താക്കളെ UDF ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് പണം നൽകുന്നത്. രാത്രി വൈകിയും വിതരണം തുടരുകയാണ്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, ഇതെന്താണ് ഈ സമയത്തൊക്കെ ചട്ടം ലംഘിച്ച് ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നത്? ഇതിൽ ആരൊക്കെയോ പ്രതികരിക്കുന്നത് കണ്ടു. അതിനുശേഷവും ഈ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുകയാണോ അവിടെ? തന്നെയാണ്. അതായത് ഈ ക്ഷേമ പെൻഷൻ വിതരണം ഗുണഭോക്താക്കളുടെ വീട്ടിലെത്തിച്ച് നൽകുകയാണ് വേണ്ടത്. അത് അവിടെ ഇതിന്റെ ചുമതലയുള്ളത് പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിലാണ്. പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിലെ ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു ഏജന്റ് തന്നെയാണ് ഇവരെ പ്രത്യേക വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് ഇവരെ എല്ലാവരെയും കാരപ്പറമ്പിലുള്ള UDFന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. ആ ദൃശ്യങ്ങളും ആ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഏകദേശം ഒരു 30ഓളം പേരാണ് ഇന്ന് വൈകിട്ട് 7:30 കൂടി കാരപ്പറമ്പിലെ UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലും എത്തുന്നത്. അവിടെ വെച്ചാണ് ഈ പെൻഷൻ വിതരണം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ പുൽപ്പറ്റ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റും അവിടെയുണ്ട്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഈ പുൽപ്പറ്റ പഞ്ചായത്ത്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഭരണ നേതൃത്വത്തിൽ തന്നെയാണ് പുൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കും. അവരുടെ സാന്നിധ്യത്തിൽ, അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ചട്ടം ലംഘിച്ച് ഗുണഭോക്താക്കളെ വിളിച്ചു വരുത്തി UDFന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. അതായത് ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് കൃത്യമായി സർക്കാർ അവർക്ക് കമ്മീഷൻ നൽകുന്നുണ്ട്. ഈ സർവീസ് സഹകരണ ബാങ്കുകൾക്ക് ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഈ ഏജന്റിന് കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. അത് ഈ വീടുകളിൽ കൊണ്ടുപോയി പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കമ്മീഷൻ നൽകുന്നത്. അങ്ങനെ കമ്മീഷൻ പറ്റുകയും ഒപ്പം തന്നെ ഇവരെ ഒരു കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുകയുമാണ് ഇപ്പോൾ പുൽപ്പറ്റയിൽ ചെയ്തിട്ടുള്ളത്. തികഞ്ഞ ചട്ടലംഘനം തന്നെയാണ് ഇത്. എന്തായാലും ഇത് പ്രതികരണവുമായി നാട്ടുകാർ തന്നെ രംഗത്തെത്തിയെങ്കിലും അവയൊന്നും വകവയ്ക്കാതെ തന്നെയായിരുന്നു അവരുടെ വിതരണം തുടരുകയും ചെയ്തത്. ഒപ്പം തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ശാന്തകുമാർ, കമ്മീഷൻ പറ്റി എന്നതിനപ്പുറത്തേക്ക് ഇതൊരു UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്കാണ് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അതിപ്പോൾ വാട്സപ്പ് മെസ്സേജാണ് ആദ്യം അവർക്ക് അയക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ അത്തരത്തിൽ ഇങ്ങനെയൊരു മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു പരാതിയും പോയിട്ടില്ലേ? അതേസമയം UDF ഭരണത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ആളുകളോട്, അവരോട് കൂറു പുലർത്തുന്ന ആളുകളെ മാത്രം വിളിച്ചു വരുത്തിയാണോ അതോ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് ഈ സമയത്ത്? ഏകദേശം 50ഓളം പേരാണ് ഇന്ന് ആ ക്ഷേമ പെൻഷൻ വാങ്ങിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് പൂർണ്ണമായും ഇങ്ങനെ ഈ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചതിന് ശേഷമായിരുന്നു അവരെ ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് പ്രായമായവരുണ്ട്. ഒപ്പം തന്നെ ഈ സാധാരണ ഈ ക്ഷേമ പെൻഷൻ അതാത് ഗുണഭോക്താക്കളുടെ കൈവശം കൊടുക്കണമെന്ന് തന്നെയാണ് ചട്ടം. പക്ഷേ ഇതിന് ഇവരുടെ ഒരു ആധാർ കാർഡുമായി വന്നു കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കൾക്കും ഈ ക്ഷേമ പെൻഷൻ ഇവിടെ വെച്ച് വിതരണം ചെയ്യുന്നു. അതായത് സമ്പൂർണ്ണമായും അതൊരു ചട്ടലംഘനം തന്നെയായിട്ടാണ് കണക്കാക്കേണ്ടി വരും. കാരണം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതിന്റെ ലക്ഷ്യം എന്താണോ അതിന് വിരുദ്ധമായാണ് ഇപ്പോൾ ഈ ഒരു കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തി അത് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്, അതായത് നേരെ മലപ്പുറം അസംബ്ലി മണ്ഡലത്തിലാണ് ഈ പുൽപ്പറ്റ പഞ്ചായത്ത്. മലപ്പുറം അസംബ്ലി മണ്ഡലത്തിലുള്ള ഈ പുൽപ്പറ്റ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്, അതായത് PK കുഞ്ഞാലിക്കുട്ടിയാണ് ഇവിടെ മലപ്പുറം മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ഉപയോഗിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്കാണ് ഈ ഗുണഭോക്താക്കളെ മുഴുവൻ വിളിച്ചു വരുത്തി ഈ വിതരണം ചെയ്യുന്നത്. അത് ഇന്ന് വൈകിട്ട് 7:30 കൂടിയാണ് ആരംഭിച്ച് അത് ഈ പ്രതിഷേധമുണ്ടായിട്ടും ചില സമീപവാസികളെ പ്രതികരണമായി വന്നിട്ട് പോലും അവർ അത് കൃത്യമായി തന്നെ വീണ്ടും. അതാണ് ശാന്തകുമാർ, ഈ പ്രതിഷേധവുമായി ആ ഓഫീസിലേക്ക് ആളുകൾ എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അവർ ചോദ്യം ചെയ്യുന്നുണ്ട്, ഇങ്ങനെയല്ല ക്ഷേമ പെൻഷൻ നൽകേണ്ടതെന്നും ഈ സമയത്ത് എന്തിനാണ് നൽകിയത്, ഇങ്ങനെ വിളിച്ചു വരുത്തി നൽകിയത് എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റാണെന്ന് തോന്നുന്നു തൊട്ടരികിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രതിഷേധങ്ങൾക്ക് ശേഷവും ഈ ക്ഷേമ പെൻഷൻ വിതരണം അവിടെ തുടരുക തന്നെയാണോ? പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു റിയാക്ഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അവർ ഈ കാര്യത്തിൽ കൃത്യമായി ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവർ പറയുന്നത് അവരുദ്ദേശിക്കുന്നത് ഇത് വിതരണം ചെയ്യുക, എത്രയും പെട്ടെന്ന് വിതരണം ചെയ്ത് പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിൽ നമ്മൾ കാണേണ്ടത് ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യേണ്ടത് അതാത് ഗുണഭോക്താക്കളുടെ വീടുകളിൽ എത്തിച്ച് അവർക്ക് നൽകി അവരിൽ നിന്നും അതിന്റെ ഒപ്പ് വാങ്ങിച്ചുമാണ് ഇവർക്ക് പണമെല്ലാം നൽകുന്നത് സാധാരണ. അതിൽ നിന്ന് വിരുദ്ധമായി ആണ് ഇപ്പോൾ ഇത് UDFന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്, അതായത് മുസ്ലിം ലീഗിന് വലിയ പ്രാധാന്യമുള്ള, അവർക്ക് ഏറെ സ്വാധീനമുള്ള ഒരിടം കൂടിയാണ് ഈ കാരപ്പറമ്പ് പുൽപ്പറ്റ പഞ്ചായത്തുകളെല്ലാം. അവിടെ അവരുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അത് വിതരണം ചെയ്യുന്നത് തന്നെ നമുക്ക്
നമുക്ക് കണക്കാക്കേണ്ടി വരും. കാരണം ഒരു പ്രതിഷേധം ഉയർന്നിട്ട് പോലും അതൊന്നും വകവയ്ക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പുൽപ്പറ്റ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഈ വിതരണം ഇപ്പോഴും രാത്രി വൈകും വരെയും അത് നടന്നിട്ടുള്ളത്. നിഷ, എന്തായാലും മലപ്പുറം പുൽപ്പറ്റ പഞ്ചായത്തിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ചട്ടം ലംഘിച്ച് ക്ഷേമ പെൻഷൻ വിതരണം നടക്കുകയാണ്. പെൻഷൻ ഗുണഭോക്താക്കളെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ പണം നൽകുന്നത്. ഈ രാത്രിയും ഇത്ര വൈകിയിട്ടും അവിടെ പണം വിതരണം, ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ്. തൊട്ടടുത്ത് തന്നെ ഈ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരിക്കലും ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ എങ്ങോട്ടെങ്കിലും വിളിച്ചു വരുത്തി കൊടുക്കുകയോ പ്രത്യേകിച്ച് ഇത്തരം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളിലേക്ക് പോലും എവിടേക്കും വിളിച്ചു വരുത്തരുത്. എവിടെയാണോ അവരുള്ളത്, അവരുടെ അഡ്രസ്സ് എവിടെയാണോ, താമസ സ്ഥലം എവിടെയാണോ അവിടെ പോയി കൊടുക്കുക എന്നുള്ളതാണ് ചട്ടം. ഇത്തരത്തിലുള്ള എല്ലാ ചട്ടങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ഈ ക്ഷേമ പെൻഷൻ ഇപ്പോൾ പുൽപ്പറ്റ പഞ്ചായത്തിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നൽകുന്നു എന്നുള്ളത്. മറ്റെവിടെയുമല്ല, പഞ്ചായത്തിലല്ല, പോസ്റ്റ് ഓഫീസിലല്ല, UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് ഇത്തരത്തിലുള്ള ചട്ടം ലംഘിച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നുള്ളത്. ഗുണഭോക്താക്കളെ ഈ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് പണം നൽകുന്നത്. രാത്രി ഏറെ വൈകിയും ഇത്തരത്തിൽ പണം നൽകുന്നുണ്ട്. വാട്സപ്പ് വഴി ഇത് വാങ്ങുന്ന ഗുണഭോക്താക്കളെ സമീപിക്കുന്നു, ഈ സ്ഥലത്തെത്തണമെന്ന് മെസ്സേജ് അയക്കുന്നു. അപ്രകാരം മെസ്സേജ് കിട്ടിയ പ്രകാരം ആളുകൾ അവിടേക്ക് എത്തുകയാണ്. എന്നിട്ടാണ് ഇത്രയും വലിയ ശാന്തകുമാർ, ഇതിനിടയിൽ ചോദിക്കാനുള്ള ഒരു കാര്യം, എപ്പോഴാണ് ഈ വിതരണം നൽകിയത്? ഓക്കെ ശാന്തകുമാർ, ഒരു നിമിഷം. ഇപ്പോൾ VP അനിൽ, CPIM ജില്ലാ സെക്രട്ടറി VP അനിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ, ഇവിടെ മലപ്പുറം പുൽപ്പറ്റ പഞ്ചായത്തിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്കാണ് ഈ ചട്ടം ലംഘിച്ച് ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നത്. നിങ്ങൾ ഇക്കാര്യം നേരത്തെ അറിഞ്ഞിരുന്നോ? അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രതികരണവുമായി നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇപ്പൊ അറിയുന്നേ ഉള്ളൂ. കാരണം ഞാൻ മറ്റൊരു പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. നേരത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ LDF ഗവൺമെന്റ് കാലത്ത് കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അത് കൈക്കൂലിയാണെന്ന് അവഹേളിച്ചവരാണ് ഇവര്, UDFന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ലീഗിന്റെ നേതാക്കന്മാർ. ഇപ്പോ അത് പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടി, പൊതുപണം രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് UDFന്റെയും ലീഗിന്റെയും സംവിധാനത്തെ ഉപയോഗിക്കുകയാണ്. ഇത് നിയമവിരുദ്ധമാണ്. പൊതുഖജനാവിലെ ഫണ്ട് എടുത്തിട്ട് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലീഗും കോൺഗ്രസും. ശക്തമായ രൂപത്തിലുള്ള നടപടി ഇതിന് മുകളിൽ ബന്ധപ്പെട്ട ആളുകൾ ആരാണോ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് അവർക്കെതിരായിട്ട് എടുക്കേണ്ടതുണ്ട്. ഇത് ക്രിമിനൽ കുറ്റം കൂടിയാണ്. പൊതുഖജനാവിന്റെ ഫണ്ടെടുത്ത് പാർട്ടി ഓഫീസിൽ വെച്ച് സാധാരണ ജനങ്ങളുടെ അവരുടെ അവകാശമാണത്, അത് ഇവരുടെ ഓഫീസിൽ വെച്ച് വിതരണം ചെയ്യുക എന്നുള്ളത്. ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഈ പെൻഷൻ അതത് ബന്ധപ്പെട്ട ആളുകൾ വിതരണം ചെയ്യേണ്ടത്. ഇത്രയും കാലവും അതുതന്നെയാണ് കേരളത്തിൽ നടന്നിരുന്നത്. അതിന് വ്യത്യസ്തമായി ഇതിന് പൂർണ്ണമായും UDF ഗവൺമെന്റ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അധികാരത്തിൽ വന്നത്. അവരുടെ ഒരു പൊതു നിലപാടിന്റെ ഭാഗം കൂടിയായിരിക്കും ഇത്. ഇതിനെ ശക്തമായി CPIM അപലപിക്കുകയാണ്. ശരി, നന്ദി VP അനിൽ പ്രതികരണത്തിന്. എന്തായാലും മലപ്പുറം പുൽപ്പറ്റ പഞ്ചായത്തിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് ചട്ടം ലംഘിച്ച് ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നത്. വിവരങ്ങളാണ് ശാന്തകുമാർ വെള്ളാരത്ത് നൽകിയത്.